അസുരവിത്ത് എന്ന നോവലിൻ്റെ 54-ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കാൻ പരമാവധി പരിശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ ഓർമ്മിക്കണേ. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് മുടക്കമില്ലാതെ കേൾക്കണ്ടേ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. തിങ്കളാഴ്ച രാവിലെ മാനന്തവാടിക്ക് പോയപ്പോഴും ചെറിയാച്ചൻ അതിനെപ്പറ്റി ഒന്നും പ്രത്യേകം പറഞ്ഞില്ല. അതുകൊണ്ട് റിൻസി വിചാരിച്ചു താൻ പറഞ്ഞ നുണ ഏതായാലും വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വല്ലപ്പോഴും അത്യാവശ്യം വന്നാൽ സാഹചര്യത്തിനനുസരിച്ച് ഓരോ നുണയെടുത്ത് കാച്ചാം. അല്ലാതെ പിന്നെ ഇത്തരം ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴികൾ എന്താണുള്ളത്? ഇങ്ങനെ ചോദ്യം ചെയ്യാതിരുന്നെങ്കിൽ താൻ നുണ പറയാതിരിക്കാമായിരുന്നു. അങ്ങനെ വരുമ്പോൾ നുണ പറയാനുള്ള കാരണം അവർ തന്നെയല്ലേ ഉണ്ടാക്കിയത്? നീ എന്താ മോളെ പ്രത്യേകിച്ചൊന്നും മിണ്ടാതിരിക്കുന്നത്? എല്ലാ ദിവസവും ഞാനല്ലേ വർത്തമാനം പറയുന്നത്. ഇന്ന് നീ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ നീ. ചാച്ചനല്ലേ എല്ലാ ദിവസവും പറഞ്ഞു തുടങ്ങുന്നത്. എനിക്ക് പ്രത്യേകിച്ചിപ്പോൾ എന്താ പറയാനുള്ളത്? ഉള്ളതൊക്കെ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞാൻ പറഞ്ഞു തീർത്തു. നമ്മൾ രണ്ടുപേരും തനിച്ചായിട്ട് ഇനി എന്തു പറയാൻ? അതുകൊണ്ടാണ് ഞാൻ മിണ്ടാഞ്ഞത്. അന്ന് പോയപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, ഒന്നുകിൽ ജ്വല്ലറിയുടെയോ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെയോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാര്യം. ഞാൻ കാര്യമായി തന്നെ പറഞ്ഞതാണ്. ആ കാര്യം ആലോചിച്ചു നോക്കിയില്ലേ? ഒരു തീരുമാനവും നീ പറഞ്ഞില്ലല്ലോ ഇതുവരെ. വരുന്ന വർഷമാകുമ്പോഴേക്കും എനിക്ക് കുറേശ്ശെ അവിടെ നിന്നും മാറണം എന്നുണ്ട്. അവിടെ നിന്ന് മാറിയിട്ട് ചാച്ചനിപ്പോൾ എന്തു ചെയ്യാൻ പോകുന്നു? വിശ്രമജീവിതം നയിക്കാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ. ഇത്ര ചെറുപ്പത്തിലെ വീട്ടിൽ പോയിരുന്നാൽ ആകെ ബോറടിക്കില്ലേ? അതുകൊണ്ട് ആ കാര്യം ചാച്ചൻ തന്നെ നടത്തുന്നതാണ് നല്ലത്. എനിക്കെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നതിനോടായിരുന്നു കൂടുതൽ താല്പര്യം. നിനക്ക് ഞാൻ നല്ലൊരു തുക ശമ്പളം തീരുമാനിക്കാം. ആ ശമ്പളം എല്ലാ മാസവും നിൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യാം. മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്ന പോലെ തന്നെ ഇവിടെയും ജോലിക്ക് പോയാൽ പോരെ? എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നീയാണ് അവിടെ ഉത്തരവാദിത്വത്തിലുള്ളതെങ്കിൽ സമാധാനമായി വീട്ടിലിരിക്കാം. അതറിയാമോ? ഇപ്പോൾ നമ്മൾ മാനന്തവാടിയിലെത്താറായി. ഇപ്പോൾ തന്നെ മറുപടി പറയണമോ അതോ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയോ? സമയം ഇനി ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. വരുന്ന വർഷവും കൂടി കഴിഞ്ഞാലല്ലേ ഞാൻ ഫ്രീ ആവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടല്ലേ ചാച്ചൻ പറഞ്ഞ കാര്യം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ. അന്ന് അവർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും ബസ് വിട്ടുപോയിരുന്നു. റിൻസി ആകെപ്പാടെ ടെൻഷനിലായി. രാവിലത്തെ ക്ലാസ് പോകുമല്ലോ എന്നതായിരുന്നു അവളുടെ വിഷമം. എന്നാൽ ചെറിയാച്ചൻ പറഞ്ഞു, നീ വിഷമിക്കുകയൊന്നും വേണ്ട, പനമരത്തിനിപ്പുറത്ത് വെച്ച് നമുക്ക് ബസ് പിടിക്കാം. അയാൾ അപ്പോൾ തന്നെ ജീപ്പ് തിരിച്ചുവിട്ടു. 4-ാം മൈൽ സ്റ്റോപ്പിൽ ബസ് എത്തുന്നതിന് മുൻപ് ജീപ്പ് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറി. അവിടെ നിന്നും റിൻസിയെ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് ചെറിയാച്ചൻ വീട്ടിലേക്ക് മടങ്ങിയത്. സോജന് ഇപ്പോൾ മരുന്ന് വാങ്ങാനായി കോഴിക്കോട് പോകേണ്ട ആവശ്യമില്ല. അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ട മരുന്നുകൾ എല്ലാം ലഭ്യമാക്കാവുന്ന പാകത്തിൽ ഒരു വൻകിട മരുന്ന് ഷോപ്പ് മാനന്തവാടിയിൽ തുടങ്ങി. അതും അവരുടെ ബിൽഡിങ്ങിൽ തന്നെ. ഒഴിവായി കിടന്ന 3 മുറികളും മെഡിക്കൽ സ്റ്റോറിനായിട്ടാണ് എടുത്തത്. മെഡിക്കൽ ഷോപ്പിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ സോജൻ അതിൻ്റെ ഉടമയോട് പറഞ്ഞിരുന്നു ഈ മരുന്നുകളുടെ കാര്യം. അതിനി നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണെങ്കിലും എത്തിച്ചു തരാം എന്ന് അയാൾ അന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അതയാൾ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. അതോടെ സോജന് കോഴിക്കോട് പോക്കിൻ്റെ ചെലവ് കുറഞ്ഞു എന്നത് ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. എന്നാൽ ആ വകയിൽ ഒരു നഷ്ടവും വന്നു. ഒരു ദിവസം ലീവ് എടുത്തുപോയി റിൻസിയോട് സംസാരിച്ച് മടങ്ങി വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് അതോടെ ഇല്ലാതാവുകയും ചെയ്തു. ഇനിയിപ്പോൾ ആകെ പോകാൻ കഴിയുന്നത് ജ്വല്ലറി ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കോഴിക്കോടുള്ള ചങ്ങാതിയുടെ അടുത്തേക്ക് പോകാറുള്ളത്
സോജൻ തന്നെയാണ്. അതിനുവേണ്ടി പോകേണ്ടി വരുന്നത് ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമാണ്. അതും ഇവിടെയുള്ള സ്റ്റോക്ക് തീരുന്നതനുസരിച്ച്. അതുകൊണ്ട് അത് കൃത്യമായി എന്നൊന്നും പറയാൻ കഴിയില്ല. റിൻസിയെ കാണണമെങ്കിൽ ശനിയാഴ്ച തന്നെ കോഴിക്കോട് ചെല്ലണം. അല്ലാതെ എപ്പോഴെങ്കിലും ചെന്നിട്ട് കാര്യമില്ല. അങ്ങനെ വന്നാൽ അവളെ അവിടെ നിന്ന് കാണാൻ കഴിയുകയുമില്ല എന്ന് തന്നെ പറയാം. തുടർന്നു വന്ന 2-3 മാസങ്ങളിൽ ആകെ ഒരു തവണ മാത്രമാണ് സോജന് കോഴിക്കോടിന് പോകേണ്ടി വന്നത്. അതും ഒരു ഇടദിവസം. അവർക്ക് ക്ലാസ്സുള്ള ദിവസമായിരുന്നതുകൊണ്ട് അവരെ ആരെയും പുറത്തേക്ക് കണ്ടതുമില്ല. കൂടുതൽ സമയം തങ്ങി നിൽക്കാതെ സോജൻ തിരിച്ച് മാനന്തവാടിക്ക് പോരുകയും ചെയ്തു. ആഗ്രഹിച്ചതുപോലെ ഒരു ദിവസം കോഴിക്കോടിന് പോകേണ്ടി വന്നു. അത് പക്ഷേ ജ്വല്ലറിയുടെ നികുതി സംബന്ധമായ കാര്യത്തിന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കാണേണ്ട ആവശ്യത്തിനാണ്. വിശദമായ രേഖകളെല്ലാം എടുത്ത് ശനിയാഴ്ച രാവിലെ തന്നെ മാനന്തവാടിയിൽ നിന്നും പോയി. സമയം കുറെ കൂടി പിടിക്കുന്ന പരിപാടിയാണ്. കൃത്യം എപ്പോൾ തീരുമെന്നൊന്നും പറയാൻ കഴിയില്ല. ഉദ്ദേശിച്ചതുപോലെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം അവളെ കാണാനും കുറച്ച് സമയം സംസാരിക്കാനും സാധിച്ചേക്കാം. ഇപ്പോൾ സ്ഥിരമായി വരാറില്ലാത്തതുകൊണ്ട് ചെറിയാച്ചൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിക്കാം. റിൻസിയെ കാണാൻ കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ആഗ്രഹവും ഉണ്ടായിരുന്നു. കഴിയുമെന്ന വിശ്വാസത്തിലാണ് അയാൾ കോഴിക്കോട് വന്നിറങ്ങിയത്. ആദ്യമേ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്തേക്കാണ് പോയത്. അതാണല്ലോ ഒഴിവാക്കാൻ കഴിയാത്തതും പരമപ്രധാനവുമായ കാര്യം. നേരത്തെ വിവരങ്ങൾ ഫോണിലൂടെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതായതുകൊണ്ട് കണക്കുകൾ കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞിരുന്ന രേഖകൾ മുഴുവൻ കൃത്യമായി സബ്മിറ്റ് ചെയ്തതിന് ശേഷം സോജൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? സാറിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞു തന്നാൽ എനിക്ക് തിരിച്ചു പോകാമായിരുന്നു. സോജൻ്റെ നമ്പർ തന്നേക്കൂ. ആകസ്മികമായി എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാനതിൽ വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്തു കൊള്ളാം. ഇപ്പോൾ കൂടുതൽ സമയം ഇരിക്കണമെന്നില്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഇറങ്ങിക്കോളൂ. ശനിയാഴ്ചകളിൽ അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്ത് ഹോട്ടലിൽ പോകാറുണ്ട് എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. അവർ സ്ഥിരമായി പോകാറുള്ള ഹോട്ടലിൻ്റെ പേരും പറഞ്ഞു. അത് സോജൻ കൃത്യമായി ഓർത്തു. കാണാൻ കഴിയും എന്ന് തീർച്ചയൊന്നുമില്ല. ഏതായാലും പോയി നോക്കാം. ഇവിടെ വരെ വന്നതല്ലേ, കണ്ടെങ്കിൽ കുറച്ച് സമയം സംസാരിക്കാനുള്ള സൗകര്യമാകും. അന്ന് പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ 4 മണി കഴിഞ്ഞ് പിന്നെ ഹോസ്റ്റലിലേക്ക് എത്തിയാൽ മതിയാകും. അത്രയും സമയം കിട്ടുന്നത് ചെറിയ കാര്യമല്ല. അവർ പറഞ്ഞ ഹോട്ടലിനടുത്തെത്തിയപ്പോൾ ഹോസ്റ്റലിൽ നിന്നുള്ള കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളതായി കണ്ടു. ഭക്ഷണം കഴിച്ചു പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നവരും ഉണ്ട്. എന്നാൽ അവർ 2 പേരെയും കാണാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഊണ് കഴിച്ചിട്ട് പോകാം എന്ന് കരുതി ഒരു ടേബിളിൻ്റെ സൈഡിലെ ഒരു കസേരയിലേക്ക് ഇരുന്നു. അപ്പോൾ വെറുതെ വാതിൽക്കലേക്കൊന്ന് നോക്കിയതാണ്. അപ്പോൾ കണ്ടു, അല്പം അകലെ നിന്നും 2 പേരും കൂടി എന്തോ കാര്യമായി സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ലക്ഷ്യം ഹോട്ടൽ തന്നെയാണെന്ന് വ്യക്തമായതുകൊണ്ട് സോജൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവർ 2 പേരും ഹോട്ടലിനകത്തെത്തി. കൈ കഴുകി ഉള്ളിലേക്ക് വന്നപ്പോൾ സോജൻ അവിടെ എഴുന്നേറ്റ് നിന്ന് കൈ വീശി. അത് കണ്ട് ബീനയ്ക്ക് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. വാടി റിൻസി, നിൻ്റെ ചേട്ടൻ അതാ അവിടെ നിന്ന് നമ്മളെ വിളിക്കുന്നു. അവിടെ 2 സീറ്റും കൂടിയുണ്ട്. അവിടെ തന്നെ പോയിരിക്കാം, എന്നിട്ട് ഓർഡർ ചെയ്യാം. റിൻസിക്കും സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. 3 മാസമെങ്കിലുമായി കാണും തമ്മിലൊന്ന് കണ്ടിട്ട്. സംസാരിച്ചിട്ടാണെങ്കിൽ കാലങ്ങൾ കുറേയായി. തന്നെ മറന്നു എന്നാണ് വിചാരിച്ചത്. ഏതായാലും മറന്നിട്ടില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. അതൊരു സന്തോഷം. ഈ ആളെപ്പറ്റി ഒരു വിവരവുമില്ലായിരുന്നല്ലോ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട്. എനിക്ക് ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുമോ?
കടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നാൽ അതിനുവേണ്ടി മാത്രമായി ഒന്ന് കടയിൽ കയറാം എന്ന് വിചാരിച്ചാൽ ചാച്ചൻ സംശയം ചോദിക്കില്ലേ? അല്ലാത്തപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത് കാണുന്നതാണ്. ഇപ്പോൾ അതുമില്ല. നമ്മുടെ ബിൽഡിങ്ങിൽ പുതിയ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയില്ലേ? അതുകൊണ്ട് ഒരേ സമയം എനിക്ക് ഗുണവും ദോഷവും ഉണ്ടായി. ഗുണം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾക്കുള്ള മരുന്ന് അവിടെ നിന്ന് തന്നെ എപ്പോൾ വേണമെങ്കിലും വാങ്ങാം എന്നതാണ്. കുറേ ചിലവ് ലാഭമുണ്ട്. ഇവിടെ വരെ വരുന്നതിനും പോകുന്നതിനും ഒക്കെ ഉള്ളത്. അത് ഗുണമല്ലേ? പിന്നെ ദോഷമുണ്ടായത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരുമ്പോൾ എനിക്കെൻ്റെ പെണ്ണിനെ കണ്ട് കുറേ നേരം സംസാരിക്കാം എന്നൊരു ഗുണമുണ്ടായിരുന്നു. അതിപ്പോൾ അപ്പാടെ ഇല്ലാതെ ആയില്ലേ. ഇപ്പോൾ ആകെ വരേണ്ടി വരുന്നത് ജ്വല്ലറി ഓർഡർ ചെയ്യാൻ വേണ്ടിയാണ്. അതും എത്ര നാളെന്ന് പറയാൻ കഴിയില്ല. മുതലാളി തന്നെ നേരിട്ട് ഓർഡർ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞാൽ അതോടെ അതും തീർന്നു. അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസക്കുറവ് വേണ്ടേ? ഇതുവരെ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ്റെ കാര്യത്തിൽ ഭയങ്കര വിശ്വാസമാണ് ചാച്ചന്. അത് മാറാതെ നോക്കിയാൽ മതി. നമ്മളീ കാണുന്നതും സംസാരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം അവിടെ അറിഞ്ഞാൽ മതി. സകല വിശ്വാസവും പോകും. മിക്കവാറും എൻ്റെ പണിയും പോകും. ഞാനത് കരുതി തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും അതോടെ ഈ വരവ് നിൽക്കും എന്ന് മാത്രമാണല്ലോ ഞാൻ പറഞ്ഞത്. ചേട്ടനല്ലേ പറയാറ് എന്തു വന്നാലും വരുന്നത് പോലെ കാണുമെന്ന്. പിന്നെ എന്തു പേടിക്കാനാ? അതിന് ആര് പേടിക്കുന്നു? ഏതായാലും സംസാരിച്ചത് മതി. ഭക്ഷണം വന്നു, നമുക്ക് കഴിക്കാം. അതിന് ശേഷം പരിപാടി എന്താണെന്ന് നോക്ക്. പിന്നെയും 2 മണിക്കൂർ കൂടിയുണ്ട്. ബീച്ച് ആയിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ബീച്ചിൽ അധികം ആളൊന്നും കാണില്ല. നമ്മൾ മാത്രമായി പോയിരുന്നാൽ നമുക്ക് അകലം പാലിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എന്തിന് അകലം പാലിക്കണം? കണ്ട് കൊളുത്തി കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടി അകലം പാലിച്ചാലും മുട്ടിച്ചേർന്നാണ് പോയത് എന്ന് പറയും. അതുകൊണ്ട് അകലമൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല. അവർ വേഗം തന്നെ ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ ബീച്ചിലേക്ക് വെച്ചു പിടിച്ചു. അവർ മുന്നേ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ബീച്ചിൽ അന്ന് കാര്യമായി ആരുമില്ലായിരുന്നു. അവർ 3 പേരും ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഭാവി കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് കടൽക്കാറ്റേറ്റ് ആനന്ദിച്ച് അങ്ങനെ ഇരുന്നു. ഹോട്ടലിൽ കയറിയപ്പോൾ മുതൽ അവരുടെ ഓരോ ചെയ്തികളും നിരീക്ഷിച്ചുകൊണ്ട് ഒരാൾ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നത് അവർക്ക് 3 പേർക്കും മനസ്സിലായില്ല. അന്നത്തോടെയെല്ലാം കുളമാകുമോ? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ. ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർക്കണേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന്. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കേ.